ഇന്ന് നമുക്കൊരു അവിയൽ ഉണ്ടാക്കാം. അപ്പം അവിയലിന് വേണ്ട എല്ലാ കഷ്ണങ്ങളൊന്നും ഇതിലില്ല കേട്ടോ. അപ്പം ഇന്ന് എന്തായാലും ഉച്ചയ്ക്ക് ചോറിന് ഉപ്പേരി ഉണ്ടാക്കണം. അപ്പം ബാലൻസ് വന്ന പച്ചക്കറികളെല്ലാം കൂടെ എടുത്തിട്ട് ഒരു അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതിൽ ഇപ്പോൾ ഉള്ള ഇവിടെ ക്യാരറ്റ്, മുരിങ്ങക്കായ, പയറ്, മത്തൻ, പടവലങ്ങ, പിന്നെ ഒരു പച്ചമുളകും. ഇതിൽ കോവക്ക ഉണ്ട് കേട്ടോ. ഇത് ഞങ്ങളെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്നതാണേ. അപ്പം നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഇതിൽ ചീനച്ചട്ടി ചൂടായിട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിൽ വേണമെങ്കിൽ നെയ്യും ചേർക്കട്ടോ, നല്ല ടേസ്റ്റാണ് നെയ്യ് ചേർക്കുമ്പോൾ. അപ്പോൾ നമുക്ക് തൽക്കാലം വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഓരോ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇടാം. ഇതൊക്കെ വെള്ളമുള്ള കഷ്ണങ്ങളാണല്ലോ. അപ്പോൾ ഇതൊക്കെ ആദ്യം വേവുന്നതും വേവാത്തൊക്കെ, ചേനയൊക്കെ ആണെങ്കിൽ ഏറ്റവും അടിയിൽ ചേനയാണ് കേട്ടോ ഇടേണ്ടത്. അപ്പോൾ അതിന് വേവ് കൂടുതലാണല്ലോ. അപ്പോൾ നമുക്ക് ഈ എല്ലാ കഷ്ണങ്ങളും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ എല്ലാ കഷ്ണങ്ങളും ഇതിലേക്ക് ഇട്ടു. ഒക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അടച്ചു വെച്ച് ചെറു തീയിൽ ഒന്ന് ആവി കയറ്റിയിട്ടെടുക്കാം കേട്ടോ. ഇതൊക്കെ അപ്പോഴേക്ക് തന്നെ വേഗം വെന്ത് വന്നോളും. അങ്ങനെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. ഈ പച്ചക്കറിയൊക്കെ വാടി വന്നു കേട്ടോ. ഞാൻ ഇതിലേക്ക് ഇനി തൈര് എടുത്ത് ഒഴിക്കുകയാണേ. കുറച്ച് തൈര്, നല്ല പുളിയുള്ള തൈരാണ്ട് അധികം ഒഴിക്കുന്നില്ല. കുറച്ച് തൈര് എടുത്ത് ഒഴിച്ചു. എന്നിട്ട് അല്പം മഞ്ഞപ്പൊടി, ഉപ്പ്. ഈ പച്ചക്കറി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഈ തൈര് കിടന്നിട്ട് ഈ പച്ചക്കറിയൊക്കെ ഒന്ന് പുളിയൊക്കെ പിടിച്ച് മഞ്ഞളും ഉപ്പൊക്കെ പിടിച്ച് ഒന്ന് ശരിയാവട്ടെ കേട്ടോ. അപ്പോഴേക്ക് ഞാൻ ഇതിൻ്റേക്കുള്ള അരയ്ക്കാനുള്ളത് തേങ്ങ, പച്ചമുളക്, ജീരകം ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഈ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പുളിയെല്ലാം പിടിച്ചു. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് ചതച്ച് വെച്ച തേങ്ങ, പച്ചമുളക്, ജീരകം ഒക്കെ ചേർക്കാം. ഇനി ഇതിൽ കരുവേപ്പില ഇട്ട് വെളിച്ചെണ്ണയാക്കി കഴിഞ്ഞാൽ അടിപൊളി അവിയൽ റെഡിയായി. അവിയൽ റെഡി ആയിട്ടുണ്ട്. നല്ല വെളിച്ചെണ്ണയും കരുവേപ്പിലയും പുളിയും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റുന്നില്ല. ഈ പാത്രത്തിൽ തന്നെ ഇങ്ങനെ അടച്ച് വെക്കുകയാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് മാറ്റാം. അപ്പോൾ ഒരു പാത്രഭാഗം വരട്ടെ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ താങ്ക് യു.